Hello Makkale, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me my best friend Busha. Hi friends. Okay, part 1 part 2 பார்த்திருப்பீங்கன்னு நினைக்கிறேன். பார்ட்ல நான் டிஸ்கிரிப்ஷன்ல லிங்க் ஷேர் பண்றோம், போய் பாருங்க. இப்போ பார்ட் 3 குள்ள போயிடலாம். I'm not gonna stop drinking because that's what. ഓഹോ, അപ്പൊ ഈ ആംബിയൻസ് തപ്പി ഇറങ്ങിയതാണല്ലേ? അവൾ ആരായിട്ട് അടി ഉണ്ടാക്കുന്നത്? അല്ല, നമുക്ക് അടിക്കണം. അടിക്കാം. ഞാനൊന്ന് ഓർഡർ ഒരു മിനിറ്റ്. Look, I'm not gonna shut up, okay? I lost my job. हे पिक्चर इन तो वाला नहीं पिक्चर अभी भी बाकी है मेरी बीवी. What is your problem? Who the hell are you? I am her husband. I would like to protect my wife. I would like to. Oh. I would like to protect my wife. You filthy bastard! She's my Johor! No, not that. This is Canadian accent. Fluency. This is for your decency. You want more? മോര് വേണ്ടി വരും. More covenant, man. Achaya. He will beat you. He is the best boxer of our country. No, he is like your Mike Tyson. മാറ്റണടാ. ഞാനോ? അടിക്കച്ചായ. എടാ ചെറുക്കാൻ, നീ വായി തോന്നുന്ന വിളിച്ച് പറയരുത് കേട്ടോ. You challenging me? No, 11. നീ No. മറ്റവൻ. അച്ചായ കൊല്ലണ്ടാട്ടോ. അടിച്ചാ മതി. എഗ്ഗടിക്കലാണ് കൂട്ടിട്ട് പോയി. ഒരു മൂഞ്ചി. എനിക്ക് എന്തായാലും ഒരെണ്ണം മതി, അത് തന്നെ ധാരാളം. ഞാൻ 2 അല്ല, അതിന് കൂടുതൽ താങ്ങും കേട്ടോ. ഒരക്ഷരം പോലും തെറ്റിയില്ല. അച്ചായന്റെ ബോക്സിംഗ് വേഷത്തിലുള്ള ഫോട്ടോ വീട്ടിൽ കണ്ടതുകൊണ്ട് ഒരു ഫോട്ടോ എടുത്താവും പൈലറ്റാവൂടാ. ബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന, അല്ല നാട്ടുകാരെല്ലാം കൂടെ പട്ടിയെ പോലെ ഒരുത്തരെ തല്ലി കൊല്ലുന്നതല്ല ബോക്സിംഗ്. അച്ചായ ക്ഷമിക്കച്ചായ. അല്ലാതെ നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? Shut your boxing mouth, you bloody dogs. അച്ചായ ശരിക്കും ബോക്സറാണ്. ഇല്ലടാ. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ എടുത്ത ഫോട്ടോയാ. അന്നത് എന്തിനെടുത്ത്? ശരിക്കും പറഞ്ഞ നീ എനിക്ക് വാങ്ങിച്ചു തന്ന ഈ ഇടി വാങ്ങിക്കൊടുക്കേണ്ടത് ഇവളുടെ ഡാഡി ഡാനിയലില്ലേ, അയാൾക്കാ. മകൾ വെസ്റ്റേൺ സ്റ്റൈലിൽ വേണം വളരേണ്ടത്, അവളുടെ തള്ളയെ പോലൊരു കൺട്രി ആവരുത് എന്നൊക്കെ പറഞ്ഞ് ഇവളെ മദാമ്മയാക്കാൻ നോക്കിയതാ. അതിന്റെ ഭാഗമായിട്ടാ ചെറുപ്പത്തിലെ മദ്യം കൊടുത്ത് പഠിപ്പിച്ചത്. പിന്നെ ഡിവോഴ്സും 2ാം കെട്ടും വഴക്കും ഒക്കെ ആയപ്പോ അമ്മ മകളെ അച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. നോക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് അച്ഛൻ അവളെ അമ്മയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചയച്ചു. മദാമ്മയാക്കാൻ പോയിട്ട് ഒരു നല്ല വാക്ക് പറയാൻ പോലും ആരും ഇല്ലാത്ത അവസ്ഥയെ. പിന്നെ അവൾക്ക് ആകെ ഉണ്ടായിരുന്ന അഭയം അച്ഛൻ പഠിപ്പിച്ച ഈ ശീലമായിരുന്നു. ഇപ്പൊ ഇവൾക്ക് നല്ല രീതിയിൽ ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ലൈഫൊന്നും ഇനി ഉണ്ടാവില്ല. ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു. ഇത്രയും അഡിക്ഷൻ ഉള്ളവരെ കാത്തിരിക്കുന്ന എന്താണെന്നറിയാമോ? ലിവർ സിറോസിസ് പോലെ മാരകമായ ഒരു രോഗം, അല്ലെങ്കിൽ ഒരു ദുരന്തം. 4 ചക്രം കൈവന്ന അതുമായി നീ രക്ഷപ്പെട്ടു. അതാ നിനക്ക് നല്ലത്. இவருக்கே பாவமாயிடுச்சு போல இருக்கு. அந்த லவ் கொடுக்கணும்னு நினைக்கிறாருன்னு நினைக்கிறேன். വീട്ടിലെ കോഫി മേക്കറിൽ കോഫി ഉണ്ടാക്കാൻ ഒരുപാട് നോക്കി, പക്ഷെ ആ ശ്രമം നടന്നില്ല. അതുകൊണ്ട് ഞാൻ കടയിൽ പോയി വാങ്ങിച്ചു. ഏത് കോഫി മേക്കർ? നമ്മുടെ ആ കിച്ചണില് ലെഫ്റ്റ് സൈഡിൽ മൂലക്കിരിക്കണില്ലേ, അതില്. അത് പാസ്ത മേക്കറാ. You're bound to mess up everything, no? പിന്നെ ലയയുടെ മമ്മി സ്റ്റെപ്പ് ഫാദർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ലയ ഭയങ്കര കാര്യമാണ്. കെയർ ചെയ്യണില്ല എന്നൊക്കെ വെറുതെ തോന്നലാണ്. അല്ലെങ്കിൽ ഇതാ അവരിത് വീട്ടിൽ കൊണ്ടുവന്ന് തരുമോ? What is this? ലിക്വിഡ് മണി. അതെ ലയ, പൈസ കുറഞ്ഞ ടെൻഷൻ ആവും കേട്ടോ, അവർ ഇനിയും തരും. പൈസ കുറച്ചില്ലായിരുന്നോ? ചോദിച്ചോളാം എന്നാ പറഞ്ഞിരിക്കുന്നേ. ഹായ് മോം. ഹലോ ഡാഡ്. ഞങ്ങൾ ഡൊണേഷൻസ് ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സ്വീകരിക്കുമ്പോ പിരിവിന് വരാം. ഞങ്ങളുടെ ലൈഫിനെ കുറിച്ച് ആലോചിച്ച് ആരും വറീഡ് ആവണ്ട. We know how to take care of ourselves. അല്ലേ? പിന്നെ ഇപ്പൊ സ്വന്തം കാലിൽ നിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ നമ്മൾ നിക്കല്ലേ അല്ലേ? നിങ്ങളുടെ നച്ചപ്പിക്ക കാശുണ്ടെന്ന്. നക്കാപ്പിച്ചാണോ ഉദ്ദേശിച്ചത്? ഓ, that's it. നക്കാപ്പിച്ച. അതും തന്നെ എന്നെ ഒതുക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. ഓക്കെ സോറി ഫോർ ദി ഓക്കെ. വായിക്കൊള്ളാത്ത വാക്കുകൾ വിളിച്ചൊരു സായിപ്പം വരും. എന്നാലും ആ കാശ് വെറുതെ കൊണ്ട് കളയണ്ടായിരുന്നു. അപ്പൊ വെറുതെ കിട്ടുന്നത് വലിയ ഇഷ്ടമാണല്ലേ? നമ്മൾ മലയാളീസ് അല്ലേ, ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും അതിന്റെ ഒരു ഫീൽ ഒന്ന് വേറെ അല്ലേ? ലുക്ക്, ഇവിടെ ഇഷ്ടം പോലെ ജോലി കിട്ടാനുണ്ട്. പണിയെടുക്കാനോ? നോ വഴി. പെർ അവർ $10 വെച്ച് ഏൺ ചെയ്യാം. നാട്ടിലൊരു 500-520 രൂപ വരൂലേ? അപ്പൊ 10 മണിക്കൂർ ജോലി ചെയ്താ 5200 രൂപയോ? Something like that. Fantastic. I want that job right now. This is not a job. This is Patra moral. The moral is don't take avesam. Hello. Fast.
doing? ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസ്. ഓ മൈ ഗോഡ്, അങ്ങോട്ടാണ് ഇവിടെ വന്ന് ഇച്ചിരി എഴുതി ജീവിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അവിടെ അത്രയും വലിയ വീടും അസ്ഥിയൊക്കെ ഉണ്ടായിട്ട് വാശി മാറ്റി വെച്ച് അല്പം ബുദ്ധി വെച്ച് സുഖമായിട്ട് ജീവിക്കാം നമുക്ക്. That's my grandfather's house. എന്റെ കയ്യിൽ ഒന്നുമില്ല. ഇത് വാശിയല്ല, ദിസ് ഇസ് സെൽഫ് റെസ്പെക്ട്. പിന്നെ ബുദ്ധിപൂർവ്വം ജീവിക്കണം എന്ന് പറഞ്ഞത് ഈ ഇലക്ഷനിൽ അവരനായി നിന്നിട്ട് കാശുണ്ടാക്കിയത് പോലെയാണോ? അതാണല്ലോ ബ്രില്യൻസ്. ചുരുങ്ങിയ സമയം കൊണ്ട് മിനിമം എഫർട്ട് വെച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കുക. That is very brilliant. Yes. Brilliant cheating. ഈ ഹൈ ടെക്നോളജി യൂസ് ചെയ്യുന്ന ബാങ്ക് റോബേഴ്സും വളരെ ബ്രില്യന്റ് എന്ന് വെച്ചാൽ അത് മോശമല്ലാതെയാവോ? അങ്ങനെ തട്ടിച്ചും പറ്റിച്ചും ബ്രില്യന്റ് ആയി ജീവിക്കുന്നതിലും ഭേദം നിന്റെ ഭർത്താവായിട്ട് ജീവിക്കുന്നതാ. Good one. എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പണിയെടുത്ത് ജീവിക്കേണ്ടി വരുമെന്ന്. നെക്സ്റ്റ് വെസൽ. ഇത്രയ്ക്ക് അനുസരണം വേണം കേട്ടാ. Costume. ഇത്രയും നേരം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് ഈ ബാറിൽ തന്നെ കൊടുത്തപ്പോ ഒരു വിഷമം തോന്നിയില്ലേ? എന്താ ഇതുണ്ടോ എന്ന് ഒരെണ്ണം എനിക്കും തരൂ. ശീലമുണ്ടായിട്ടല്ല, കാണുന്നവര് വിചാരിക്കുക ഞാനാ ഭാര്യന്ന്. നാളെ ജോയുടെ ബർത്ത്ഡേ. ജോയെ? അതാരി? മൈ സ്റ്റെപ്പ് ബ്രദർ. ഓ, വീട്ടിൽ എന്തോ ഒരു സ്റ്റെപ്സ് അല്ലേ? എല്ലാരും ക്ഷണിച്ചു ബർത്ത്ഡേ പാർട്ടിക്ക്, എന്നെ മാത്രം അവോയ്ഡ് ചെയ്തു. സ്വന്തം ബ്രദർ ഒന്നും അല്ലല്ലോ, സ്റ്റെപ്പ് അല്ലേ? നോ, ഹി വിൽ എക്സ്പെക്ട് മീ. എന്റെ ഭയങ്കര കാര്യം അവന്. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോണം, അല്ലാണ്ട് കുടിച്ചിട്ട് എന്താ കാര്യം? இவன் ஃபேருக்கு இன்னுமே சுத்திட்டு இருக்கான். ഇവിടെ ഹെൻറിയേറ്റ ഉണ്ട്. ഞാൻ കോക്ടെയിലൊന്നും കഴിക്കൂല. ഇത് ടൈലില്ലാത്തായിട്ടും എന്റെ ഭാര്യ. അവൾ എന്റെ മുന്നിൽ വന്ന് നിന്നാ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാനേ പറ്റും. ഹായ് ഡാർലിംഗ്. Hi, Dad. This is my wife Henrietta. She is running catering service. Meet my friend Ullas. Oh, the fake lover. Yes. Fake lover. അത് പിന്നെ ചെറുപ്പം മുതലേ ഒരാൾ ഒരു പെൺകുട്ടിയെ മാത്രം പ്രേമിച്ചു എന്ന് പറഞ്ഞത് ഇവൾ വിശ്വസിച്ചിട്ടില്ല. അറിയ നിർത്ത്. ഇറ്റ്സ് നോട്ട് അവർ ഹോം. നീ പോയി ബർത്ത്ഡേ പോയി നോക്ക്. അപ്പോ ഉല്ലാസ് വരുന്നില്ലേ? ഞാൻ പോരാ. എക്സ്ക്യൂസ് മീ, 1 മിനിറ്റ്. ഇപ്പൊ വിളിച്ചത് നന്നായി. ഇവരുമായിട്ടുണ്ടായത് ലവ് മാരേജാ? ഇത് ഫേക്ക് മാരേജ് ആയിരുന്നു. എന്ന് വെച്ചാ? അതായത് എന്നിട്ട് PR കിട്ടിക്കഴിഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യും. പക്ഷെ ഡിവോഴ്സിന്റെ സമയത്ത് ഇവളെ പ്രഗ്നൻസി പീരീഡിൽ ഡിവോഴ്സും കിട്ടില്ല. കഷ്ടകാലത്തിന് ആ നേരത്ത് അവളുടെ ബോയ് ഫ്രണ്ട് അവളെ ഇട്ടേച്ച് പോവുകയും ചെയ്തു. അവളിപ്പോ എന്നോടൊപ്പം പൊറുതിയും തുടങ്ങി. ഹായ്. ഹേയ്, ഹൗ ഈസ് യുവർ ബോക്സിംഗ് പ്രാക്ടീസ്? മൂത്തവനാ ദിമിത്രോ തിലോപ്പിയ. ആ കോള വിഴുങ്ങുന്നതിനെ കണ്ടില്ലേ? എലീന കൊക്കനേച്ചി. ഇതൊക്കെ ആരുടേതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഡാഡി എന്ന് വിളിക്കുന്ന എന്നെയാ. Hey Joe. Hey, happy birthday. My bro. So good to see you. It's been so long since I saw you. Danny, how have you been? ഹാപ്പി ബർത്ത്ഡേ സ്റ്റെപ്പ് ബ്രദർ. വലിഞ്ഞു കയറി വന്നിരിക്കുന്നത് കണ്ടില്ലേ? Jessie, she is his sister. ഇപ്പൊ തുടങ്ങും വെള്ളം അടിച്ച് അലമ്പുണ്ടാക്കാൻ. No, അവൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലേ ഞാൻ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങും. Jessie, I don't പറയുന്ന want to കേൾക്ക്. hear anything. Jessie. എന്നോട് ഇറങ്ങി പോവാൻ വേണ്ടി പറയാൻ വരിക. Don't worry, I have managed. Hi dad. இவன் எல்லாரும் hi dad, hi mom. Hi step mom. ആരാ വന്നേക്കണ നോക്കൂ. ദർവാസ ഖോലോനാ. Leia. Give me chance എന്ന്. What's going on here? Birthday hat. ഞാൻ കൊണ്ടോക്കളാന്ന് പറയേ. ആരെ? വൈഫിനെ. My wife? No, my wife. Your daughter. Thank you so much. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ കൊണ്ടോക്കളാന്ന് കയ്യിലടിച്ച് പ്രോമിസ് ചെയ്യായിരുന്നു സ്റ്റെപ്പ് മോമെന്റ്. എല്ലാം സ്റ്റെപ്പ് ആയിട്ടാണല്ലോ അല്ലേ? But this step is too bad. Ullas, come, let's go. Leia, I am sorry. Please try to understand. Yeah, Dad. I've been trying to understand since childhood. ஒரு My மாதிரி step mom, one step back please. Ullas, Oh, after a long time. ഞാൻ ഫോൺ ചെയ്തു, ഫുൾ ടൈം സ്വിച്ച് ഓഫ്. പല പ്രാവശ്യം. മമ്മി, ഡാഡി ടു. ഷൂ, നിങ്ങൾ ഈ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തു? മൈ ഗോഡ്, നമ്മുടെയൊക്കെ നാട്ടിൽ പിരിഞ്ഞവർ തമ്മിൽ കണ്ടാൽ അമ്മയ്ക്ക് വിളിക്കുള്ളൂ, പാർട്ടിക്ക് വിളിക്കില്ല. ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. എന്താ സംഭവിച്ചത്? ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ചാടിക്കടിക്കാൻ വരിക. മുക്കത്താ ശുണ്ടി. വിശദമായിട്ട് ഞാൻ പറയാം. അച്ഛൻ വൈകുന്നേരം അവിടെ ഉണ്ടാവും. ഞാനില്ല, ചങ്ങാതി ചെല്ല്. എന്ന് പോവാണ്. എന്താ ചായ? ലയ ടാക്സി കയറി പോകുന്നുണ്ടല്ലോ. ഇടയ്ക്ക് കരയുന്നുണ്ടായിരുന്നു. എന്ത് പറ്റി? എന്റെ ഈശ്വര, അവളിന്ന് എത്ര ബോട്ടിൽ തീർക്കാവോ? എന്നാലും കിട്ടാവുന്നത്ര പൊക്കാളിക്കാരെ ഞാൻ പൊക്കി. അവര് നമുക്ക് മാത്രമേ അരി സപ്ലൈ ഉള്ളൂ. ഉല്ലാസേ, നിനക്കെന്താ ഒരു ഉല്ലാസക്കുറവ്? ഞാൻ ചെറിയ രീതിയിൽ അഡ്വാൻസ് ഒക്കെ കൊടുത്തു കേട്ടോ. ഈ ഉറങ്ങാത്തതിന്റെ ഒരു. എന്നാ പോയി കിടന്നു പറയും. ശരി. ഏയ്, ഭാര്യ ഭർത്താക്കന്മാരായാലും ഒരാളുടെ ദേഹത്ത് തൊടുന്നത് അവരുടെ അറിവ് സമ്മതത്തോടെ ആയിരിക്കണം. ഇവിടൊക്കെ അങ്ങനെയാ. ഇന്ത്യയിലും അങ്ങനെ തന്നെയാടി. പോലെ ഇരുന്ന ചുണ്ട് അയില വറുത്ത പോലെ അക്കലടി.
എന്ത് സ്മൂച്ചിങ് അടിയത്. വെള്ളമടിച്ച വയറ്റിൽ കിടന്നാ പോരെ, കൂടെ കട്ടിൽ കിടക്കണവനെ കൊല്ലണോ? ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ ഫസ്റ്റ് എയ്ഡ് എടുക്കേണ്ടി വന്നല്ലോ. നോക്കൂ, ഈ ഷോർട്ട് പീരീഡിൽ അവൻ എത്ര ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നോക്കി. അതിനെന്താ, ഞാൻ നേരത്തെ വരാം. മലയാളം മലയിക്കെടുത്തിട്ട് ഞാൻ ഒരെണ്ണം കൂടി പഠിക്കും. മാസ്റ്ററാണ്. കുപ്പേരി അങ്ങനല്ല. അയ്യോ. ഒരു കാര്യം ചെയ്യും, നാളെ 100 പ്രാവശ്യം ഇത് എഴുതിയതിനു ശേഷം എന്നെ കാണിച്ചിട്ട് ക്ലാസ്സിൽ കയറി എന്നെ പഠിപ്പിക്കാൻ. ഹായ് ഡാഡ്, ഹായ് മാം, ഹായ് സ്റ്റെപ്പ് ഫാദർ, ഹായ് സ്റ്റെപ്പ് മാം. എവിടെ ഒരു ഗുഡ് ന്യൂസ് പറയാനാ രണ്ടുപേരെയും വിളിപ്പിച്ചത്. ലയക്ക് നൽകാൻ കോടതി അനുവദിച്ചിട്ടുള്ള ഫണ്ട് റിലീസ് ചെയ്യാൻ രേവതി തീരുമാനിച്ചു. അതിന് ഡാനിയുടെ സമ്മതം കൂടി വേണം. എനിക്ക് ഒബ്ജക്ഷൻ ഒന്നുമില്ല. ഫണ്ട് ഉല്ലാസിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കാം. ഉല്ലാസിനെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കാണ്. ഞാൻ എല്ലാം നോക്കിക്കോളാം. And at last, we're a rich couple. എന്റെ സ്വപ്നവും അത് തന്നെയായിരുന്നു. ഞാൻ വിട്ടുപോയാലും എന്നെ വിട്ടു പോകരുത്. ഒന്ന് ഇത്ര ഒരു പൊക്കാളിക്കാരൻ ഇടിച്ചതേ എന്റെ പുക്കളിട്ടാ. അവിടെ ക്ലിക്ക് ചെയ്യടാ. നിന്റെ അളിഞ്ഞ മോന്ത ഞാനൊന്ന് കാണട്ടെ. നീ കാനഡായി കിടന്ന് സൊയ്ക്കുന്നതേ എന്റെ കൂടെ കാരുണ്യം കൊണ്ടാ. അതും മറക്കണ്ട. എന്റെ ഭാര്യ പൊങ്കാലിടാൻ വെച്ചിരുന്ന കഞ്ഞിക്കട നിന്റെ പ്രേമ കള്ളും കൊടുത്ത കഷ്ടങ്ങൾ ഞാൻ ഉണ്ടാക്കിയത്. അതിന്റെ എന്തെങ്കിലും കാണിച്ചു വിടാ പുല്ലേ നിനക്ക്. എന്റെ ഭാര്യ പൊന്നു പോലെ സൂക്ഷിച്ചു വെച്ചിരുന്ന അത് വെട്ടിട്ടാടാ പുല്ലേ നിന്റെ മറ്റുള്ള കുട്ടിക്കുപ്പായം തുണ്ടിയത്. അറിയോ? ദേ, കാനഡയിലേക്കുള്ള വിസ അതെങ്കിലും എനിക്ക് കിട്ടണം. ഇല്ലെങ്കിൽ നിന്റെ കംപ്ലീറ്റ് തരികട നിന്റെ അവളെ വിളിച്ചറി. അവളുടെ $10 million മോഹിച്ചാൽ കൂടെ നടക്കുന്നത് സത്യം അവൾ അറിഞ്ഞ. മോനെ, കംപ്ലീറ്റ് പരിപാടി തീരും. സോറി, റോങ് നമ്പർ. இவளுக்கு மறுபடியும் ட்ரஸ்ட் போயிடுச்சுல. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്റെ കൺട്രോൾ പോകും. ചിലപ്പോൾ വയലന്റ് ആയും ചെയ്യും. പക്ഷെ എന്തോ ഉല്ലാസിനോട് വഴക്ക് കൂടാൻ എനിക്ക് താല്പര്യമില്ല. അത് ചിലപ്പോ എന്റെ കൽപ്പൂണ്ട് ഉണ്ടെങ്കിലല്ലേ കാശ് കിട്ടുള്ളൂ. മേ ബി ആയിരിക്കാം. ലയ, അവിനാഷ് പറഞ്ഞ പോലെ അതൊക്കെ ഫേക്ക് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി ഞാൻ. ഇപ്പൊ ഞാൻ പറയുന്ന പ്രവർത്തിക്കുന്നൊന്നും ഫേക്ക് അല്ല. ഉല്ലാസ്, നിങ്ങൾ പറഞ്ഞതുപോലെ മേ ബി യു ചേഞ്ച്ഡ്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. കറക്റ്റ് തന്നെ. എന്റെ ഈ ഡ്രിങ്കിങ് ഹാബിറ്റ്സ് കൺട്രോൾ ചെയ്യാനും ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാനൊക്കെ ഞാൻ ശ്രമിച്ചു. ഐ ട്രൈഡ്. ഈ അവിനാശ് പറഞ്ഞു കൂടെ കേട്ടപ്പോ ഐ റിയലി ലോസ്റ്റ് ഇറ്റ്. ഇനി ഉല്ലാസിനോടൊപ്പം കഴിയാൻ എനിക്ക് സാധിക്കില്ല. ഐ എം സോറി. ആ പണം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തോളൂ. എന്നിട്ട് എന്നെ എന്റെ വഴിക്ക് വിടണം. ഐ മീൻ, വി നീഡ് ടു ഗെറ്റ് ഡിവോഴ്സ്ഡ്. ഓ, ഇന്ന് അവൾ എന്നോട് ഡൈവേഴ്സ് ചോദിച്ചിരിക്കും. ഇവ കുടിച്ചിട്ട് വരാം. ഒന്നല്ല, തനി സ്വരൂപം കണ്ട് അവളൊന്ന് ഞെട്ടി തെറിച്ച്. നീ നേരത്തെ എത്തിയ ഞാൻ വിചാരിച്ചു എന്റെ കൂടെ വന്നു. മിസ്റ്റർ ജെമ്മി, വിഷമം കൊണ്ടാ. നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ കള്ളിറങ്ങിയിട്ട് പറഞ്ഞാ മതിയെന്ന്. അതായത് പോവാൻ വരട്ടെ. ഇനി അവള് ഡൈവേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നു. ഈ പോക്കിൽ ആ പെണ്ണിനെ ഒന്നും ചെയ്യാതിരുന്നാ മതിയായിരുന്നു. എവിടെ അവള്? സ്റ്റഡി ആയേക്കാം. യു നോ വൺ തിങ്, ഒരു ദാമ്പത്യ ബന്ധം തുടങ്ങുന്ന രാത്രിയില് ഭാര്യ ഭർത്താവിന് പാല് കൊണ്ടെത്താൻ ആ പതിവ് നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ പാല് കുടിച്ച പിരിയാത്തൊരു ദാമ്പത്യ ബന്ധം നമുക്കിങ്ങനെ തുടങ്ങാം. അന്ന് പറഞ്ഞ പോലെ പെണ്ണും പിള്ളയും അടക്കി ഭരിച്ച് വലസാനാണോ അതോ ടോട്ടൽ മണിയുമായി എസ്കേപ്പ് ചെയ്യാനാണോ? അത് രണ്ടും അല്ല. അടക്കാൻ പോയാത്തൊരു പെണ്ണിനെ ഉപേക്ഷിച്ചപ്പോ ബോധമില്ലാതെ നിലത്ത് കിടന്നറിയുന്നൊരു പെണ്ണിനെ കിട്ടിയത് കിട്ടി. ഒരു പട്ടിയുടെ വിലയില് നീ തലനോടി കാലൊക്കെ എടുത്ത് വെച്ചോ. പിന്നെ ഇനി തീരുമാനങ്ങൾ ഞാൻ എടുക്കും. നിനക്ക് കിട്ടിയ ഭീമമായ തുകയിൽ നിന്ന് ഒരു $1 പോലും ഞാനതെടുത്ത് അർമാദിക്കുന്നത് നീ ഇങ്ങനെ നോക്കിയിരിക്കും. എന്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഈ കുപ്പിട്ടടിച്ച് പൊട്ടിച്ചാ എന്താണ്ടായേ? ബ്രാൻഡിക്ക് എന്തേ കളറ്? ചോര. കോൾ 911. എമർജൻസി. പാവ, ആ കുട്ടിയെ തല്ലിയിട്ട് ഇയാള് റെസ്റ്റ് എടുക്കുന്നു. ബ്ലഡോ? Can you tell me what happened? Yeah, when I saw his blood and പൊന്നാളെ അപ്പൊ തന്നെ ഞാൻ തല ഇറങ്ങി നിലത്ത് വീണു. പിന്നെ വല്ല She's a psychic. Come on, sir. Lea's parents. ഹലോ. Hey, Jess. I'm going to see the doctor. All right, bye.
He's just a friend. മനസ്സിലായില്ല. ജിമ്മി, ലേ എവിടെ? അത് അവൾക്കല്പം മെന്റൽ പ്രോബ്ലം ഉണ്ടെന്ന ഉല്ലാസ് പോലീസിനോട് പറഞ്ഞതേ. അതുകൊണ്ട് അവളെ അറസ്റ്റ് ചെയ്തില്ല. പക്ഷെ സൈക്കാട്രി സെക്ഷനിൽ ലേ അഡ്മിറ്റ് ചെയ്തു. ഈശ്വര, കാമഞ്ചേരിയിലും പോയി എന്നെ രക്ഷിക്കാൻ വേണ്ടിയൊന്നല്ല അവൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആളാണെന്നും കൂടെ വരുത്തി കഴിഞ്ഞാ പിന്നെ അവന്റെ കൺട്രോൾ ആവും എല്ലാം. എന്റെ ഹസ്ബൻഡ് എന്ന അധികാരം ഉണ്ടെങ്കിലല്ലേ അവൻ ഇതൊക്കെ സാധിക്കുള്ളൂ. ആ അധികാരം എന്റെ കയ്യിൽ തന്നെ കാണും. ഇനി ആര് വിചാരിച്ചാൽ അതെടുത്ത് മാറ്റാനും സാധിക്കില്ല. എന്റെ തല തല്ലി പൊളിച്ചിട്ട് എരിക്കണാണ്ട്. നീ അവളെ ഫ്ലൈറ്റിൽ വെച്ച് തല്ലി, അവള് നിന്നെ ബോട്ടിൽ വെച്ച് തല്ലി. ബോട്ടിൽ വെച്ചല്ല, വീട്ടിൽ വെച്ച് ബോട്ടിൽ കൊണ്ട് തല്ലി. യു കോൾ മീ ബീഫ്. കോംപ്രമൈസിൽ എത്താൻ പറ്റുമെന്നാ ഞാൻ ചോദിച്ചത്. ഇനി നോ കോംപ്രമൈസ്. വിസിറ്റേഴ്സ് ടൈം കഴിഞ്ഞു. ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫ് പേഷ്യൻസ് മാത്രം. ബാക്കി എല്ലാവരും പോണം. പോണോ വേണ്ട എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. പക്ഷെ ഞങ്ങളുടെ അനുവാദമില്ലാതെ ഈ വാർഡിൽ നീ കാല് കുത്തി. അല്ലെങ്കിൽ ഞാൻ എന്തിനിപ്പോ ഇവിടെ നിൽക്കണത്? ഇതിപ്പോ ഭ്രാന്തന്മാരുടെയും പ്രാന്തികളുടെ ഒക്കെ വാർഡല്ലേ. ഇത് നിന്നെ കൊണ്ടേ കിടത്താൻ മുതൽ അവിടെ ആയിരിക്കും. എന്നെ കടത്തടി. എന്റെ മൂക്കിൽ What did she say? She said he wants to admit me in the mortuary and put no souls and You okay? She wants to admit him in the morgue. Morgue? What does that mean, doctor? Oh, that means you should be very careful. And you must move her to a minimum security rehab. ഈ മിനിമം സെക്യൂരിറ്റി റിഹാബ് എന്ന് പറഞ്ഞ ഒരുമാതിരി ജയിൽ പോലത്തെ സ്ഥലം. അത് വേണ്ടെന്ന് പറയട്ടെ. വേണ്ട വേണ്ടെന്ന് നിന്നോടാ പറഞ്ഞത്. തലക്കെട്ട് കെട്ടിയത് എനിക്കാണ്. What's you saying? I love her. For her, put her in the rehab. ചന്ദിനെ പിന്നാടി ഇഞ്ചക്ഷൻ ആ പോലീസ് ഓഫീസറെ പരിചയം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് എന്റെ മോളിപ്പോ ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ആ ജയിൽ പോലത്തെ സ്ഥലത്ത് ഇവളെ കൊണ്ടുപോയി ഇട്ടേനെ. തൽക്കാലം രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ. ഉല്ലാസിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഇതുപോലുള്ള ഉപദ്രവങ്ങൾ പ്രതീക്ഷിക്കാം. അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഉല്ലാസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ഡിവോഴ്സ് കിട്ടിയെന്ന് തന്നെ ഓർപ്പിച്ചു. അവന് നല്ലൊരു ലോയറെ കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. അവനെ അത്ര നിസ്സാരായി കാണരുത്. ഇവിടത്തെ കോടതിയിൽ അവൻ എന്ത് അഭ്യാസം കാണിക്കാനും. So you don't have a lawyer? I couldn't find one. Defendant may proceed. I don't want a divorce. What? I need a translator. Pardon? I need a translator. Okay. ഹസ്ബൻഡ് മിസ്സസ് വൈഫ്. ഇവിടെ എവിടെ എന്റെ ഒരു കൊട വെച്ചിരുന്നല്ലോ. The problem. I will be his translator. And what is your name? Jimmy Chokli. Yes, proceed. Thank you, sir. അതെ, കറക്റ്റ് ആയിട്ട് പറയണേ. Trust me. So, are you willing to give her a divorce? No, sir. മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഞാൻ തർജ്ജമ ചെയ്തോളാം. ഇപ്പൊ ഞാൻ അവൾക്ക് ഡൈവേഴ്സ് കൊടുത്ത If I give her divorce now, അതൊരാൾക്ക് ആത്മഹത്യന് അനുവാദം കൊടുക്കുന്ന പോലെയാവും. it will be like we are giving someone the permission to commit suicide. My wife is an addict. She needs the treatment. My wife is an addict. She needs treatment. I heard that. മലയാളത്തിലല്ലേ പറഞ്ഞത്, മലയാളത്തിൽ പറഞ്ഞാൽ മതി. Continue. എനിക്ക് പല കാര്യത്തിലും അവളെ നിയന്ത്രിക്കേണ്ടി വരും. അതൊക്കെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്. I have to restrict her from so many things. ചില രോഗികള് ചികിത്സയ്ക്ക് വിധേയരാവാൻ സമ്മതിക്കില്ല. Some patients may refuse to take medication, especially people who have mental problem. അവരെ നാം ചികിത്സിച്ചല്ലേ പറ്റൂ. ഒരു കുടുംബത്തില് ചട്ടിയും കലാവുമ്പോ തട്ടിമുട്ടിക്ക് ഇരിക്കില്ലോ സാർ. മാറ്റി പറയാൻ പറ്റൂ. എനിക്കിങ്ങനെ അറിയുള്ളൂ. Families like pot and another pot. When they hit together, they will make sound cling bling bling. ഇനി മാതിരിയൊന്നും പറയല്ലേ. എനിക്ക് അവളെ ഓജസ്സും തേജസ്സും ഉള്ള ഭാര്യയായിട്ട്. വെള്ളം ഇറങ്ങാതെ ചാവൂടാ. I want my wife lots of ojas and tejas. What do you mean? ചളമായെന്ന് തോന്നുന്നു. Mr. Jimmy? ഈശോയെ. I want lifeline. Lifeline? Ojas and tejas. Those are poetic words, sir, which means health and beauty. അവളെ സ്നേഹിച്ച് അവളിൽ സ്നേഹം ജനിപ്പിച്ച് എനിക്ക് അവളെ നന്നാക്കി എടുക്കാൻ സാധിക്കും. I love her. നീ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു? Come on. നിർത്തി പറഞ്ഞൂടെ. I can repair her while making love with her. എണീറ്റ് വരണ്ടേയിരുന്നു. Your Honor, a mistake. That didn't come out right. Who are you? I am Jimmy's wife. We have been together for 7 years, and I understand the language. Okay, what did he say? He said he can cure and make her a better person of love. As we all know, that love is the best medicine in the world. എന്തോ
ടച്ച് ചെയ്തില്ല. ചെയ്തു. ഡാനി ഇതൊരു കോട്ടാണ്, പറയുന്നത് മനസ്സിലാക്കാൻ. കോർട്ടിൽ വെച്ച് മിണ്ടാൻ പാടില്ല, പക്ഷെ ടച്ച് ചെയ്യാം. Petitioner's counsel? If my client has any addiction or disease, her parents can provide her the best treatment available. സാറേ, my wife has 2 fathers and 2 mothers, and that is one of her problems too. That's not true. And Mr. Ullas believes that he can cure her with love. Love is not a scientifically proven medicine. We always say God is love, don't we? Do you believe in God? I do, sir. Without scientific evidence? Yes, sir. I think love should always win, and the patients should be treated with medicine and love. This divorce petition is rejected. Sorry, Jess. It's a court order. There's not much I can do. It's okay. This way. ഇതൊരു ഡിവോഴ്സ് കേസ് അല്ലേ, പിന്നെ എന്തിനാ അവളെ റീഹാബിൽ അയക്കുന്നേ? ഉല്ലാസ് റിക്വസ്റ്റ് ചെയ്തു, ജഡ്ജ് സമ്മതിച്ചു. ഈസിലി ജയിക്കാവുന്ന കേസാണെന്ന് ഞാൻ കരുതിയ. ഇതിപ്പോ ജോലി പോകുന്ന അവസ്ഥ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കേരളത്തിലെ ആമ്പിള്ളേരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. സംഗതി 6 പാക്കും കൂർത്ത മുടിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ കളിക്കാൻ നിന്നാലേ ഇതുപോലത്തെ മുട്ടം പണി കിട്ടും. വേഷം കെട്ട് കളിച്ചാലുണ്ടല്ലോ, ഒന്നുകളെയും പറഞ്ഞേക്കാം. പേടിപ്പിച്ച് ജയിക്കാൻ ഒന്ന് ഒരസി നോക്കണം. നടക്കില്ല സ്റ്റെഫാദറെ. പറഞ്ഞോ, എന്താണെങ്കിലും ചെയ്യാം. എനിക്ക് വേണ്ടത് നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ളത് തന്നെയാ ലയ. അവൾ എനിക്ക് പണം ഓഫർ ചെയ്തിരുന്നു, അത് വാങ്ങി ഡൈവേഴ്സ് കൊടുത്തിട്ട് എനിക്ക് പോവാം. അപ്പൊ എന്താ സംഭവിക്കുക? കുടിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നും കൂടിയാവും. അച്ഛൻ എന്ന് തന്നെ പറഞ്ഞിട്ടില്ലേ, അവൾ ഈ പോക്ക് പോയാൽ എവിടെയെങ്കിലും കിടന്ന് ചത്തു എന്നുള്ള വാർത്ത കേൾക്കേണ്ടി വരുമെന്ന്. ഇത് അവളെ രക്ഷിക്കാനുള്ള അവസാനത്തെ ശ്രമമാണ്. ഇപ്പോ അവക്ക് എന്നോട് തീരാത്ത ദേഷ്യമുണ്ട്. എന്നെ തോപ്പിക്കാൻ അവളുടെ മുമ്പിൽ ഒരു വഴിയേ ഉള്ളൂ. അവളെ ആൽക്കഹോളിക് അല്ല എന്ന് അവള് തെളിയിക്കണം. അവൾ ഈ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ ഡൈവേഴ്സ് കിട്ടുള്ളൂ എന്ന് സൂസൻ അവൾ അറിയിക്കണം. വാശി കൂട്ടണം. വേണമെങ്കിൽ എന്നെ കുറിച്ച് അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ നീ വിഷമിക്കണ്ട. ഇടങ്കോലിടാനും ഏഷണി കൂട്ടാനും ഇവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇറ്റ്സ് എ കോംപ്ലിമെന്റ് മാൻ. ദേഷ്യവും വെറുപ്പും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും? ആദ്യം അവളൊന്ന് ശരിയാവട്ടെ, അത് കഴിഞ്ഞ് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ. തിരിച്ചു കൊണ്ടുവരണം നമുക്ക് അവളെ. I can allow out of the court settlement. If you file a case for a divorce, you better get the divorce. Otherwise, you will get fired. Am I clear? Yes, sir. All right, let's keep in touch. Keeping in touch. இப்ப என்னாச்சு? இவளுக்கு என்ன பிரச்சனை? இவளுக்கு ஜாப் வந்து அதுக்கே சக்சஸ் பண்ணி தரணும்ல. I'll be back. Yeah. കൺഗ്രാറ്റുലേഷൻസ്. Thank you. ലേ കണ്ടീഷനിൽ കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. താങ്ക്സ് ടു ഉല്ലാസ്. ആ ഫ്രോഡ് എന്റെ ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും ഇത്ര ഫാസ്റ്റായി സംഭവിക്കില്ലായിരുന്നു. ഉല്ലാസിനോട് നല്ല രീതിയിൽ തന്നെ നന്ദി പറയാം. ലേ ഈ അവസ്ഥയിലെത്തിക്കാൻ വേണ്ടി അവനെല്ലാം മനഃപൂർവ്വം ചെയ്തതാ. എല്ലാം എന്റെ നന്മക്ക് വേണ്ടിയാന്നും പറഞ്ഞ് ഒരു ഏഞ്ചലിന്റെ രൂപത്തിൽ അവൻ വരുമെന്ന് സൂസൻ എന്നോട് നേരത്തെ ഫോണിൽ പറഞ്ഞിരുന്നു. അവൻ ഭയങ്കര ബുദ്ധിമാനാ, അതുകൊണ്ടല്ലേ ലോയറുടെ ഹസ്ബൻഡിനെ തന്നെ പിടിച്ചത്. இவ வேலையை காப்பாத்திக்கணும்னு இவ ஏதோ கேம் ஆடுறா. നോക്കി ദഹിപ്പിക്കണ്ട. എന്റെ ജോലി രക്ഷിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതല്ല, ഇവിടുത്തെ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം കൂടി. എന്താ പ്രശ്നം? ഡോക്ടർ പറയുന്നത് ഉല്ലാസിനോടുള്ള റിവെഞ്ച് ആണല്ലോ ലയക്ക്, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന്. എന്ന് വെച്ചാ അവളോട് സത്യം ഒന്നും പറയരുത്. അതെ, ഇതേ കണ്ടീഷനിൽ കുറെ കാലം കൂടെ മുന്നോട്ട് പോയാലേ അവൾ 100% ഓക്കെ ആവും. അതിനിടയ്ക്ക് അവള് ഡിവേഴ്സിനൊക്കെ മൂവ് ചെയ്യില്ലേ? പക്ഷേ ഡോക്ടറുടെ അഡ്വൈസ് സ്വീകരിക്കാനേ തൽക്കാലം നിവൃത്തിയുള്ളൂ. ഇത് അവളുടെ ഫ്യൂച്ചറിന്റെ പ്രശ്നമാണ്. അച്ചായനൊന്ന് ഉല്ലാസിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ല, നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ദേ, ഇവർക്കൊക്കെ സത്യം അറിയാമല്ലോ. നമുക്ക് എല്ലാവർക്കും ലയോട് സംസാരിക്കാം. വേണ്ട ചായ, എന്റെ പേരും പറഞ്ഞ് കുടിക്കുന്നതിനേക്കാൾ നല്ലത് അത് ഓർക്കുമ്പോ കുടിക്കാതിരിക്കുന്നതല്ലേ. இவனே டிவோர்ஸ் கொடுத்துருவான்னு நினைக்கிறான். എന്തെങ്കിലും ഒരു മെച്ചം കാണാതെ ഞാനൊന്നും ചെയ്യാറില്ല. അതിനിടയിൽ ബന്ധം, സ്നേഹം അതൊന്നും ചിന്തിക്കാറില്ല. അതൊക്കെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനൊരു ശിക്ഷ. ഡൈവേഴ്സിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ തീർത്ത് ഞാൻ നാട്ടിലേക്ക് പോകും. ടിക്കറ്റിനുള്ള പണം അച്ചായൻ കടം തരേണ്ടി വരും. നിനക്കിനി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നും വരില്ല. ഇത് ലയുടെ പാരന്റ്സ് തന്ന നല്ലൊരു തുകയുണ്ട്. അപ്പോ ജീവനാംശം കിട്ടി. ടാക്സി ഫെയർ കൊടുത്തിട്ടാ. പലതവണ ഫോണിൽ വിളിച്ചു, എടുത്തില്ല. കുപ്പി കണ്ടാൽ എടുക്കുമെന്നറിയാം, അതുകൊണ്ട് ഇതിൽ വെച്ചത്. ഞാൻ ഇങ്ങോട്ട് വന്ന ആളായിട്ടല്ല തിരിച്ചു പോകുന്നത്. ആയിരുന്നെങ്കിൽ നിന്റെ പാരന്റ്സ് തന്ന ഈ ചെക്ക് ഞാൻ കൊണ്ടുപോകുമായിരുന്നു. ചിലപ്പോ നാം അറിയാതെ വഴിതെറ്റി സഞ്ചരിക്കും. കുറെ കഴിഞ്ഞ തെറ്റുകൾ തിരിച്ചറിയുമ്പോൾ മദ്യത്തിലും മയക്കുമരുന്നിലും അഭയം തേടുന്നവരാണ് അധികവും. തിരികെ നടന്ന് പറ്റിയ തെറ്റ് തിരുത്താനുള്ള ധൈര്യം ചിലരെങ്കിലും കാണിക്കും. ആ ധൈര്യം എനിക്ക് തന്നത് നീയാണ്. നിന്റെ ജീവിതത്തില് 2 പിശാചുക്കളുണ്ടായിരുന്നു, മദ്യവും പിന്നെ ഞാനും. രണ്ടിനെയും മാറ്റി ഓടിക്കാനുള്ള കരുത്തും ധൈര്യവും നീ കാണിച്ചു. നിന്നോടൊപ്പം എന്നും ആ കരുത്തും ധൈര്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. மறுபடியும் அண்ணாப்பட்டிலோட தங்கச்சி கல்யாணம் பண்றேன்னு போய் டிவோர்ஸ் பண்ணிட்டு തരികിടയൊന്നല്ല, പുതിയ ഉല്ലാസ്, ന്യൂ ജനറേഷൻ ഉല്ലാസ്. ഇനി ലണ്ടനിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ നല്ലൊരു ഓഫർ വന്നാ അങ്ങോട്ട് പോവില്ല എന്ന് എന്താ ഉറപ്പ്? ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ പൈസ മോഹിച്ചിട്ടൊന്നുമല്ല, തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം. പട്ടേലർക്ക് ഇവനെ ധൈര്യമായിട്ട് വിശ്വസിക്കാം. ശരി,
ഞാൻ വിശ്വസിക്കാം. ആലോചിച്ചിട്ട് വേണം വാക്ക് തരാൻ. ഇനി വാക്ക് തെറ്റിയാൽ നിന്നെ ഞാൻ കൊല്ലും. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല, നീ വാക്കൊടുത്തേ. നിന്നെയും കൊല്ലും. അയ്യോ ആലോചിച്ചിട്ട് മതിയില്ല. ഇനി ഞാൻ വാക്ക് തെറ്റിക്കില്ല. ആ ലേയപ്പോ വന്നു. ഇപ്പൊ വന്നതേ ഉള്ളൂ. ഒന്നുമില്ല, അന്ന് അച്ഛൻ റീഹാബിൽ വെച്ച് പറഞ്ഞില്ലേ ഉല്ലാസിന്റെ കാര്യം, അതൊക്കെ സത്യമാണോ അവൻ പറയിച്ചതാണോ? അങ്ങനെ കുറെ ഗുലുമാല് ചോദ്യങ്ങളുമായിട്ട് വന്നിരിക്കുക. ഞാൻ അന്ന് പറഞ്ഞത് സത്യമാണെന്ന് ഇവൾക്കും ലേയുടെ പാരന്റ്സിനും അറിയാം. ലയെ ആരും ഒന്നും അറിയിക്കാതിരുന്നത് ഡോക്ടറുടെ ഉപദേശപ്രകാരം. അങ്ങനെ ആ ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചത് ഇവളുടെ ലോ ഫേമിലെ സീനിയർ ലോയർ. ഡിവേഴ്സ് കേസിൽ 100% സക്സസ്. ആ പേര് നഷ്ടപ്പെടാതെ, അതാണ് സത്യം. டாக்டரே போய் சொல்ல வச்சிருக்காங்க. பாவம் பட்டேல் சிஸ்டர் இல்ல, அவினாஷ் சாவடிக்க போறாங்க. ഉല്ലാസേ ദാ. ഏയ് ഇതൊന്നും വേണ്ടടാ. ഇപ്പൊ ഇട്ടിരിക്കുന്ന എന്നെ ധാരാളം. ഏയ് കലക്കിട്ടുണ്ടോ നോക്കി. എന്തും നാടത് മെജീഷ്യനാ. ഇതൊക്കെ വെച്ച് കുതിരപ്പുറത്ത് എന്നാലേ അവര് നിന്നെ ഒരു വരനായിട്ട് കൂട്ടി, ഇല്ലെങ്കിൽ വാനരനായിട്ട് കണക്കാക്കും. അതെ, ഈ കുതിരപ്പുറത്ത് അതൊന്ന് ഒഴിവാക്കി തരാൻ പറയൂ. അത് ഞാൻ പറഞ്ഞതാ. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞ് കേരള സ്റ്റൈലിൽ ആനപ്പുറത്ത് വന്നാ മതി. വേണ്ട വേണ്ട, കുതിര തന്നെ മതി. ഓ ഇപ്പോഴാന്ന് എഴുന്നള്ളാൻ തോന്നിയത്. ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു. ഫ്ലൈറ്റ് അവര് വന്ന ഫ്ലൈറ്റ്. ദേ ജോജി, രാവിലെ തന്നെ പട്ടികളെ കൊണ്ട് എന്നെ തല്ലു വിളിക്കാനാ. എന്റെ അമ്മ സെന്റി അടിച്ച് കുളവാക്കരുത്. ഇതൊരു കൊലക്കളമാക്കും ആ പട്ടേലർ. പിന്നെ ചോരക്കളിയായിരിക്കും, ചോരക്കളി. ഉല്ലാസേ, ഇവൻ പറഞ്ഞ ഞാൻ കേട്ടു, പക്ഷെ നീ കേൾക്കരുത്. കേട്ടാ നിന്റെ ജീവിതം തകരും. നീ ചെയ്യാൻ പോകുന്നത് മണ്ടത്തരത്തെക്കാൾ ഉപരി ഒരു ദ്രോഹമാണ്. കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കാൻ. ഓ, ഞാൻ മിണ്ടായിരിക്കാം, പക്ഷെ ഇവക്ക് മിണ്ടാനുണ്ട്. അതിനുവേണ്ടി ഇത്രയും ദൂരം ഉള്ള അച്ഛന്മാരെയും അമ്മമാരെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അച്ഛന്മാരും അമ്മമാരും നേരിട്ട് കണ്ട് മാപ്പ് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വന്നത്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെ കുറിച്ചൊന്നും ഓർക്കണ്ട. പിന്നെ ഐ നോ ഇറ്റ്സ് ടു ലേറ്റ്, ബട്ട് ഐ കൻ അഷ്യൂർ യു വൺ തിങ്. ഞാൻ ഒരിക്കലും ആ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് ഇനി തിരിച്ചു പോവില്ല. ഒളിച്ചോടണം. എത്രയോ പേര് കല്യാണത്തിന് തലേന്ന് ഒളിച്ചോടിയിരിക്കുന്നു. എന്റെ കല്യാണത്തിന് തലേദിവസമല്ല എന്റെ പെണ്ണ് ഒളിച്ചോടി പോയത്. അത്രയും പ്രശ്നമില്ലല്ലോ. മൂന്ന് എക്സ് വൈഫിന്റെ കൂടെ അല്ലേ. അഥവാ ഒളിച്ചോടുകയാണെങ്കിൽ നമ്മൾ കുടുംബത്തോടെ ഒളിച്ചോടേണ്ടി വരും. ഒപ്പം എന്റെ കുടുംബവും കാണും. എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ഉല്ലാസിനെ തിരിച്ച് കാനഡയിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ്. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് എന്ത് കോമ്പൻസേഷൻ വേണമെങ്കിലും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് നമ്മ ആരെയും ഭയന്നിട്ടോ നിങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ അല്ല. ഒരു പ്രാവശ്യം ഞാൻ അവളെ വേദനിപ്പിച്ചതാ. ഇനി എനിക്കതിനെ സാധിക്കില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഏതായാലും വന്ന സ്ഥിതി എല്ലാരും സന്തോഷത്തോടെ കല്യാണം കൂടിയിട്ട് പോയാൽ മതി. ഇനി എന്തിനാ നമ്മൾ ഇവിടെ നിൽക്കുന്നത്? വി വിൽ ലീവ് നാ. അല്ല, ഈ കല്യാണം എനിക്ക് കാണണം. ഇതെല്ലാം എന്റെ മനസ്സിന് പോണം. ரொம்ப ஆர்வமா இருக்காங்க இவங்க. പട്ടേൽ കാ ആപ് സബ്കോ നമസ്കാർ. എന്റെ സഹോദരിയെ വിവാഹം കഴിക്കാൻ പോകുന്നത് ഒരു മലയാളി പയ്യനാണ്. ഉല്ലാസ്. സ്റ്റേജിലേക്ക് ഉല്ലാസിനെ വിളിക്കാൻ അനുവാദം വേണം. அந்த மினிஸ்டரா ആയേ ഉല്ലാസ്. கரெக்ட் பூஷா. இவன் ஒரு தடவை அசிங்கப்படுத்துறாங்க, அவன் ஒரு தடவை அசிங்கப்படுத்துறாங்க. ഇതാണ് വരനുള്ള. ഇത് വെറും അപരൻ. അവനല്ലേ നിന്നെ വിളിച്ചു വരുത്തി എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാട്ടിച്ച് നാണം കെടുത്തുന്നത് കണ്ട നിന്നെ ഓർത്ത് കരഞ്ഞ പെണ്ണുണ്ടല്ലോ, അവൾ ഇതുപോലെ ചിരിച്ച് പുച്ഛിച്ച് തള്ളണം നിന്നെ. അതിന് എനിക്ക് ഇവനെ കിട്ടി. ഒറിജിനൽ ഉല്ലാസ്. டேய் அவன ஜாலியா இருக்காடா. കരയടാ, കരയ. വെളുവെളുത്തൊരു പെണ്ണ് നൈസാ. ഇന്റെ കണ്ണ് ഇന്നന്മറിന്റെ നേർക്കായ ட்ரிங்கிங் படி. என்னடா இந்த கார்ல எடுத்துட்டு கார்ல. ஓகே, மூவி முடிஞ்சிருச்சு. பூஷா சொல்லுங்க உங்களோட தாட்ஸ் என்ன? பா செம பண்ணா போச்சுப்பா. சிரிச்சு சிரிச்சு வயிறே வலிச்சிருச்சு. அதுவும் அந்த ரிசப்ஷன் அப்போ அந்த கேனஸ் என்னால முடியல. சரியான பண்ணா போச்சு. நினைச்சு சிரிச்சிட்டு இருக்கேன். அண்ட் ஒரு கட்டத்துல இவன் லவ் பண்ற அந்த ஃபீல்குள்ள வந்துட்டான்ல, அந்த வாண்டடா டிவோர்ஸ் கொடுக்கும்போது ஐயோ என்னடா இப்படி முடிஞ்சிருமோன்ற மாதிரி நினைச்சேன். ஆனா காமெடியா முடிச்சுட்டாங்க. நல்லா போயிடுச்சு. எனக்கு ரொம்ப பிடிச்சிருந்தது. ஏன்னா நிறைய டிஃப்ரெண்ட் ஜானர் மூவி பார்த்துட்டு இருக்கமா, எனக்கு பயங்கரமா காமெடி மூவி ஒன்று பார்க்கணும்னு ஆயிடுச்சு. இன்னொன்னு பூஷா கூட ஃபுல்லா ஃபீல் குட் மூவியா பார்த்துட்டு இருந்தேன். எனக்கு காமெடி மூவி ஒன்று பார்க்கணும்னு ஆசையா இருந்தது. இன்னைக்கு பார்த்தாச்சு. ஆனா நல்ல வேலை இவளோட பார்த்தேன்.
நிறைய சீன் ரொம்ப ஆக்வர்டா இருந்தது. நல்ல வேலை நல்ல ஃப்ரெஷ்ஷா லிப்ஸ் கொடுமை பண்ணிருக்காங்க. ஆனா சிக்னேச்சர் திலீப் ஏட்டன் மூவி நீ அவரோட மூவில பார்த்தனா பூஷா முக்காவாசி இப்படிதான் இருக்கும். அதோட பாடி லாங்குவேஜ், ஆட்டிடியூட், அவரே ஒரு காமெடி. அவர் ஹீரோவா இருக்கிறதோட முக்காவாசி டைம் அவரே காமெடியெல்லாம் இருப்பாரு. செம ஜாலியா போச்சு, சூப்பரா இருந்துச்சு. எனக்கு எதை நினைச்சு சிரிக்கிறதே தெரியல, நினைச்சு சிரிப்பு வருது. நைஸ், நாங்க பயங்கரமா என்ஜாய் பண்ணோம். தேங்க்யூ ஃபார் சஜஸ்டிங் திஸ் மூவி. நம்ம அடுத்த மூவில சந்திப்போம். பை பாய்.